Hi dear students, welcome back to our mathematics class. Are you all okay? Fine? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലുള്ള എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെഗുലർ പോളിഗൺസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എന്ത് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട്, ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് ആ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ചെയ്തു തീർക്കും. അതോടുകൂടി എന്തായി നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ്, ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട് കേട്ടോ. ഈ ഫിഗറിൽ ഈ രണ്ട് ഫിഗറുകളും രണ്ട് പോളിഗൺസും റെഗുലർ പോളിഗൺസാണ്. ഈ ഹെക്സഗണും റെഗുലർ ഹെക്സഗണാണ്, ഈ പെൻറ്റഗൺ റെഗുലർ പെൻറ്റഗണാണ്. അതായത് ഇത് റെഗുലർ ഹെക്സഗൺ, റെഗുലർ പെൻറ്റഗൺ. അത് രണ്ടെണ്ണം അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഫിഗറാണ് എന്തത് ഈ കാണുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഫിഗറിൽ ചില പേരുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഈ ഫിഗറിൽ നമ്മൾ ചോദിക്കുന്നത് PQS എന്ന് പറഞ്ഞ ഈ ആംഗിളിന്റെ മെഷർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ PQS. ഈ ആംഗിൾ PQS എന്ന് പറഞ്ഞ ഈ ആംഗിൾ അത് എത്രയാണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ആംഗിൾ RQS എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആ മെഷർ എത്രയാണ്. അതായാലോ തേർഡ് ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ ഒരു ആംഗിൾ കാണില്ല, ഈ ആംഗിൾ അതെന്താ PQR എന്ന് പറഞ്ഞ ആംഗിൾ PQR ഈ ആംഗിൾ എത്രയാണ്. ഈ മൂന്ന് ആംഗിളിന്റെയും മെഷേഴ്സ് പറയാനാണ്. അതായാലോ ഈ ഫിഗറിൽ കാണുന്ന രണ്ട് പോളിഗൺസും റെഗുലർ പോളിഗൺസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആംഗിൾസിന്റെ കാൽക്കുലേഷൻ ആംഗിൾസ് എത്താതെ പറയണം. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ, ഈ ആംഗിൾ ആയാലും ഈ ആംഗിൾ, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ആ ആംഗിൾ ആണ് ഇവിടെ കാണുന്ന ഈ ആംഗിൾ, ശരിയല്ലേ. ആ ആംഗിളിന്റെ പേരാണ് PQS എന്ന് പറഞ്ഞ ഈ ആംഗിൾ, ശരിയല്ലേ. ആ ആംഗിളിന്റെ മെഷർ എത്രയാണ് നമ്മൾ പഠിച്ചു. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടില്ലേ. എങ്ങനെ ഇത് എത്രയാണ് കിട്ടുക. ദിസ് ആംഗിൾ വിൽ ബി 120 ഡിഗ്രി ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് സം ഓഫ് ആംഗിൾസ് ഇത്ര വരും. അതിനെന്ത് ചെയ്യുക, നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും, ഈച്ച് ആംഗിൾ കിട്ടും. ആ ആംഗിളിന്റെ മെഷർ എത്ര വരിക, 120 ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ 120 ഡിഗ്രി എന്നാണ്. കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ RQS എന്ന് പറഞ്ഞ ആംഗിൾ ആണ്. RQS എന്ന് പറഞ്ഞ ആംഗിൾ RQS ഈ റെഗുലർ പെൻറ്റഗണിന്റെ ഒരു ആംഗിൾ ആണെന്ത്, ഈ ആംഗിളായ RQS എന്ന് പറഞ്ഞ ആംഗിൾ, ശരിയല്ലേ. റെഗുലർ പെൻറ്റഗണിന്റെ ഒരു ആംഗിൾ എത്ര ഉണ്ടാവും നമ്മൾ പഠിച്ചതാണല്ലോ. എത്ര അത് വരിക, ഈ മെഷർ 108 ഡിഗ്രിയാണ്. അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിക്കുമ്പോൾ 120, 108 ഒക്കെ എങ്ങനെ കിട്ടി എന്നുള്ളത് കാണിക്കണം. ഇതായാലും സം ഓഫ് ആംഗിൾസ് നമുക്കറിയാം. സം ഓഫ് ആംഗിൾസ് കാണാൻ നമുക്ക് n-2 × 180 ആണ് ഇത് വരിക. അതിന്റെ സം ഓഫ് ആംഗിൾസ്. ആ സം ഓഫ് ആംഗിൾസിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യലാണ്, n കൊണ്ട് ഡിവൈഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 120 ആണ് കിട്ടുക, ഇവിടെ എന്താ കിട്ടുക, 108 ആണ് കിട്ടുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്ര വരും, ഇത് 108 ഡിഗ്രി എന്ന് കിട്ടും, ശരിയല്ലേ. ശരിയാണ്. ഇനി തേർഡ് ആംഗിൾ PQR. ഈ PQR എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണോ. ഈ ആംഗിൾ എത്ര ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നോക്കുക. ഈ ഒരു Q എന്ന് പറഞ്ഞ ഈ പോയിന്റ്, Q എന്ന് പറഞ്ഞ പോയിന്റ് ഈ പോയിന്റ് ആണോ. ഈ പോയിന്റിന്റെ എറൗണ്ടിൽ, അതിന്റെ ചുറ്റുമായിട്ട് എത്ര ആംഗിൾസ്, ഹൗ മെനി ആംഗിൾസ് ആർ ദർ അറൗണ്ട് Q? There are 3 angles. One angle is this angle, second angle is this angle, and third angle is this angle. Okay, the sum of all angles, this angle plus this angle plus this angle, sum of all angles around any point is എത്ര വരിക, is 360 ഡിഗ്രി ആണ്. അത് നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. The sum of all angles around any point is equal to 360 degree. Listen, ഇവിടെ ഒരു പോയിന്റ്, ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ. ഈ പോയിന്റിൽ ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ആണോ കേട്ടോ. ഇതാണ് പോയിന്റ്. ഈ പോയിന്റിന്റെ അറൗണ്ടിൽ ഹൗ മെനി ആംഗിൾസ് ആർ ദർ? ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5. 5 angles are there. Okay, measure of this angle plus 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 measure of this angle, a sum of all angles എത്ര വരിക, this is equal to 360 ഡിഗ്രി ആണ്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക.
എന്താണ്? സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി അല്ലേ? അപ്പോൾ നോക്കുക, ലിസൺ. അപ്പോൾ നമ്മളിവിടെ എഴുതാണ് സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എനി. ഇവിടെ അറൗണ്ട് എനി പോയിന്റ് അല്ല, ഈ ക്വസ്റ്റ്യനിൽ ദ പോയിന്റ് ഈസ് ക്യൂ. വി ക്യാൻ റൈറ്റ് ദ സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് ക്യൂ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി അല്ലെ? എന്താണ് നമ്മുടെ അറ്റംപ്റ്റ്? നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഇതാ PQR എന്ന് പറഞ്ഞ ഈ ആംഗിളിന്റെ മെഷറാണ് കാണാൻ പോകുന്നത്. അതിന്റെ മെഷർ നമുക്ക് അറിയില്ല. അപ്പൊ ആ മെഷർ കാണാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പോയിന്റിന്റെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിന്റെ അറൗണ്ടിലുള്ള എല്ലാ ആംഗിൾസിന്റെയും സമ്മ് എന്താ കിട്ടുക? 360 ആണ്. ശരിയല്ലേ? എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ദിസ് ആംഗിൾ, ഈ ആംഗിൾ, ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ PQS എന്ന് പറഞ്ഞ ആംഗിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, ആംഗിൾ PQS പ്ലസ് ഈ ആംഗിളിന്റെ മെഷർ പ്ലസ്. ഇനി അതിന്റെ ഉള്ള രണ്ടാമത്തെ ആംഗിൾ ആണ് RQS ആണ്. ആംഗിൾ RQS പ്ലസ് അല്ലെ? ഇതിന്റെ അറൗണ്ട് ഉള്ള തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? അത് PQR. ആംഗിൾ PQR ഈസ് ഈക്വൽ ടു, ഇതാ നോക്കുക, ഈ Q എന്ന് പറഞ്ഞ പോയിന്റിന്റെ അറൗണ്ട് 3 ആംഗിൾസ് അല്ല, ആ 3 ആംഗിൾസിന്റെയും സമ്മ് എന്താ കിട്ടുക? ഈസ് ഈക്വൽ ടു ഒരു 360 ഡിഗ്രി. ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് Q ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ദാറ്റ് ഈസ്, ഇത് ഒരു ആംഗിൾ PQS ആണ്, ഒരു ആംഗിൾ RQS ആണ്, ഒരു ആംഗിൾ PQR ആണ്. അപ്പോൾ ആ 3 ആംഗിൾസിന്റെ സമ്മ് എന്താ വരിക? ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി PQSന്റെ മെഷർ എത്ര? PQS 120 ആണല്ലോ. അപ്പോൾ 120 ഡിഗ്രി പ്ലസ് രണ്ടാമത്തെ ആംഗിൾ എത്രയാണ്? 108 ഡിഗ്രി പ്ലസ് ആണോ? ഈ ആംഗിൾ മെഷർ നമുക്ക് അറിയില്ല. ആ ആംഗിൾ നമുക്ക് അതേപോലെ എഴുതാം. ആംഗിൾ PQR ഈസ് ഈക്വൽ ടു, ഇപ്പൊ ഇതും കൂടി ആഡ് എന്താ കിട്ടുക? 360 ഡിഗ്രി. ശരിയല്ലേ? ശരിയാണ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കൂ. ഈ രണ്ട് ആംഗിൾ കൂടി 120യും 108 കൂടി ആഡ് ചെയ്യുക. എന്താ കിട്ടുക? 228 എന്ന് കിട്ടും. ശരിയല്ലേ? 228 ഡിഗ്രി പ്ലസ് ആംഗിൾ PQR ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ശരിയാണോ? ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 360 കിട്ടും. അതിൽ ഈ ആംഗിളും മെഷേഴ്സ് നമുക്കറിയാം, അതുകൂടെ എഴുതി പ്ലസ് PQR ഈസ് ഈക്വൽ ടു 360. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തോട്? 228. അപ്പൊ 228ഉം PQR എന്ന് പറഞ്ഞാൽ ഈ മെഷറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തിട്ടും? 360 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടുമെങ്കിൽ ഈ ആംഗിൾ എന്താ കിട്ടുക? ആംഗിൾ PQR എങ്ങനെ കാണാൻ പറ്റും? ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടും. Therefore ആംഗിൾ PQR ഈസ് ഈക്വൽ ടു 360 മൈനസ്, ഇത് മൈനസ് ചെയ്താൽ മതി, 228 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ എന്താ അവിടെ കിട്ടുക? അങ്ങോട്ട് പറയേ 360 2 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 142 ഡിഗ്രി എന്നാണ് എന്ത് ചെയ്യുക? കിട്ടുക. 142 അല്ല, 132 ആണല്ലേ? 360 മൈനസ് 228 അല്ലേ? 10 2 വരും, ഇവിടെ 5 ഉണ്ട്, ഇപ്പം 3 വരും. ശരിയാണല്ലേ? 132 ഡിഗ്രിയാണ് എന്ത് ചെയ്യുക? എന്താണ് 132 ഡിഗ്രി? 132 ഡിഗ്രി എന്ന് പറയുന്നത് ഏതിൻ്റെ മെഷറാണ്? ഇപ്പുറത്ത് കാണുന്ന ഈ ആംഗിളിൻ്റെ മെഷറാണ്. അപ്പോൾ ഈ ആംഗിൾ 132 ഡിഗ്രി എന്ന് കിട്ടും. അത് ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ. ഈ ആംഗിൾ നമുക്ക് വേഗം കിട്ടും. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതായതുകൊണ്ട് നമുക്ക് വേഗം എഴുതാം. അത് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ആംഗിൾ ഈ ആംഗിളാണ്, അതും നിങ്ങൾക്കറിയാം. അത് ഇനി ഒരിക്കലും മറക്കരുത്. അത് നമ്മൾ എപ്പോഴും ആവശ്യം വരും, എപ്പോഴും ആവശ്യം ചെയ്യാൻ പോണ അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ അത് വരുന്നുണ്ട്. അതായത് റെഗുലർ ഹെക്സഗണിന്റെ ഇന്നർ ആംഗിൾ 120 ഡിഗ്രി, റെഗുലർ പെന്റഗണിന്റെ ഇന്നർ ആംഗിൾ 108 ഡിഗ്രി. മറക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് ആംഗിൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 360 മൈനസ് ചെയ്താൽ. പക്ഷേ ആൻസർ പ്രസന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതേ രൂപത്തിൽ എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇവിടെ ഇത് കിട്ടി മനസ്സിലാക്കുക. 120യും 108 കൂടി ആഡ് ചെയ്യുമ്പോൾ 228 കിട്ടും. ആ 228ഉം PQRും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക? 360 കിട്ടുക. അപ്പോൾ PQR എത്ര ഉണ്ടാവും? 360യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 228 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 132 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫിഗർ. ഈ ഫിഗറിൽ 3 പോളിഗൺസ് ഉണ്ട്. ദർ ആർ 3 പോളിഗൺസ്. ഓൾ പോളിഗൺസ് ആർ റെഗുലർ പോളിഗൺസ്. This is a regular pentagon. This is a square. This is a regular hexagon. All polygons are regular polygons. Okay. First question is angle ABP. This angle ABP. Okay. Second question is angle QBC.
angle QBC, this angle. Okay. Finally, third question C. Third question is angle ABC, this angle. What is the measure of angle ABC? These are the three questions. Okay. So we know this angle ABP അല്ലെങ്കിൽ PBA ഏതായാലും കുഴപ്പമില്ല. This angle, what is the measure of angle ABP? This is a regular pentagon ആയതുകൊണ്ട് ഇതിന്റെ ഇന്റർ ആംഗിൾ എത്ര വരിക? 108 ഡിഗ്രി വരും. ക്ലിയർ? ഓക്കെ, നമ്മൾ പഠിച്ചാണ് അല്ലേ? This is a regular hexagon. Therefore, this angle, each angle of regular hexagon is 120 degree. Angle QBC is equal to 120 degree, right? Okay. Now listen, how much is this angle? This is a square. ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസും എന്താ വരിക? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വീതമാണ് വരിക. ശരിയല്ലേ? Therefore, this angle is 90 degree. അപ്പോൾ ഈ പോയിന്റാണ് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഈ പോയിന്റിന്റെ എറൗണ്ടിൽ ഇതിന്റെ ചുറ്റുമായിട്ടുള്ള ആംഗിൾസ് എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി ആംഗിൾസ് ആർ ദർ അറൗണ്ട് ദ പോയിന്റ് ബി? 1 angle, 1, 2, 3 and 4 angles. Okay. Sum of these 4 angles is 360 degree. അല്ലേ? നമ്മൾ പഠിച്ചു ഒരു പോയിന്റിന്റെ അറൗണ്ടിൽ അതിന്റെ ചുറ്റുമായിട്ട് കാണുന്ന എല്ലാ ആംഗിൾസിന്റെയും സം എന്തായിരിക്കും? 360 ആയിരിക്കും. എത്ര ആംഗിൾ? ഒരു ആംഗിൾ ഒഴിവാക്കാൻ പാടില്ല. ഒരു പോയിന്റിന്റെ അറൗണ്ടിലുള്ള എല്ലാ ആംഗിൾസിന്റെയും സം എന്താണ്? 360. എങ്ങനെ നമ്മളത് പറയാം? ദ സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എനി പോയിന്റ് ഈസ് 360. അപ്പൊ അത് നമ്മളിവിടെ എഴുതാണ്. സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് പോയിന്റ് ബി ആണ്. ബി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി ഈ മൊത്തം ആംഗിൾസിന്റെ പേരുകൾ നമ്മളിവിടെ എഴുതണം. അങ്ങനെ നമുക്ക് ഈ ആംഗിളിന്റെ മെഷറാണ് കാണേണ്ടത്. ഈ ആംഗിളിന്റെ മെഷർ കാണാൻ 360 ഇതെല്ലാം കൂടി മൈനസ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ നോക്കൂ. ആംഗിൾ ABP പ്ലസ് അടുത്ത ആംഗിൾ PBQ പ്ലസ് റൈറ്റ്. തേർഡ് ആംഗിൾ ദിസ് ആംഗിൾ QBC പ്ലസ് this angle ABC. This is equal to 360 degree. ഇതാണ് ബി എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെ അറൗണ്ട് ഉള്ള 4 ആംഗിൾസ്. 1 ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ ആൻഡ് ഫോർത്ത് ആംഗിൾ. ഓക്കെ. സം ഓഫ് ഓൾ ദീസ് ആംഗിൾസ് വിൽ ബി 360 ഡിഗ്രി. ഓക്കെ അല്ലേ? ഈ എല്ലാ ആംഗിൾസിന്റെയും സം എന്താ കിട്ടുക? 360 ഡിഗ്രിയാണ് കിട്ടുക. വാട്ട് ഈസ് ABP? ABP is this angle. Its measure is 108 പ്ലസ് PBQ എന്ന് പറഞ്ഞാൽ 90 ആണ്. ദിസ് ആംഗിൾ 90 പ്ലസ് QBC ദിസ് ആംഗിൾ ദിസ് ഇസ് 120 ഡിഗ്രി പ്ലസ് ആംഗിൾ ABC എന്ന് പറഞ്ഞ ആംഗിളിന്റെ മെഷർ നമുക്ക് അറിയില്ല. അതുകൊണ്ട് അത് അതേപോലെ തന്നെ എഴുതി. ബാക്കി 3 ആംഗിൾസിന്റെ മെഷേഴ്സ് നമുക്കറിയാം. അപ്പൊ ഈ 3 ആംഗിളും പിന്നെ ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. റൈറ്റ്? ഓക്കെ അല്ലേ? ഇനി ഈ 3 ആംഗിളും കൂടി നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെ ആംഗിൾ? 108ഉം 90യും 120യും കൂടി ആഡ് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് നോക്കാൻ പറ്റും. 108ഉം 90യും 120യും കൂടി ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 8 ഡിഗ്രി ഉണ്ടോ? 1 ഓക്കെ അല്ലേ? 318 ആണ് കിട്ടുക. അതായത് ഇത് 3 കൂടി ആഡ് ചെയ്താൽ 318 പ്ലസ് ഇത് 3 കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടുക 318 ആണ് എഴുതിയത് പ്ലസ് ആംഗിൾ ABC is equal to എന്ത് കിട്ടും? 360 കിട്ടും. ഇത് 3 കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? അപ്പൊ 318 ആണ് കിട്ടിയത്. 318 പ്ലസ് ആംഗിൾ ABC ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്തിട്ടും 360 കിട്ടും. അപ്പൊ ആംഗിൾ ABC മാത്രം എത്ര ഉണ്ടാവും? ആംഗിൾ ABC is equal to 360 മൈനസ് അതിന് മൈനസ് ചെയ്താൽ മതി. എന്ത് മൈനസ് ചെയ്താൽ മതി? 318 മൈനസ് ചെയ്യുക. എന്താ കിട്ടുക? മൈനസ് ചെയ്താൽ നമുക്ക് 42 ഡിഗ്രി എന്ന് കിട്ടും. ശരിയല്ലേ? 42 ഓക്കെ. അതായത് ഈ ആംഗിൾ, ഈ കുഞ്ഞ ആംഗിളിന്റെ മെഷർ എത്ര വരും? ഇത് 42 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ മെഷർ വരിക. 42 ഡിഗ്രി. അപ്പൊ ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ആദ്യത്തെ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ആംഗിൾ നമുക്ക് പെട്ടെന്ന് എഴുതാം. മൂന്നാമത്തെ ആംഗിൾ ABC എന്ന് പറഞ്ഞ ആംഗിളാണ്. ഈ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എത്ര എന്നുള്ളത്. അതിന്റെ കാൽക്കുലേഷൻ പാർട്ടാണ് ഇവിടെ എഴുതി. എന്താണ് ഈ സെന്റൻസ്? സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ്, അറൗണ്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇവിടുത്തെ പോയിന്റ് ഏതാണ്? ബി ആണ്.
അപ്പോൾ ഇവിടെ എഴുതും സം ഓഫ് ഓൾ ആംഗിൾസ് അറൌണ്ട് ബി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ദാറ്റ് ഈസ്, അതായത് ആ ആംഗിൾസിന്റെ പേര് ഇവിടെ എഴുതും, അതെല്ലാം കൂടി ആഡ് ചെയ്താൽ 360 കിട്ടും. എന്നിട്ട് അറിയാവുന്ന ആംഗിൾസിന്റെ ഒക്കെ മെഷേഴ്സ് ഇവിടെ കൊടുക്കുക, പ്ലസ് അറിയാത്ത ആംഗിൾ അതേപോലെ തന്നെ എഴുതുക ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 318 കിട്ടും. അപ്പോൾ 318 പ്ലസ് ഈ അൺനോൺ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടുമെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവും? 360 മൈനസ് ദിസ് ആംഗിൾ, ദാറ്റ് ഈസ് 42 ഡിഗ്രി. ദിസ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ്? ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ തേർഡ് ക്വസ്റ്റ്യൻ പറയട്ടെ. സോ തേർഡ് ക്വസ്റ്റ്യൻ്റെ ഫിഗർ, ദിസ് ഈസ് ദ ഫിഗർ ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, this is a regular hexagon. All sides are equal, all angles are equal. Regular hexagon. ഈ റെഗുലർ ഹെക്സഗണിന്റെ ആൾട്ടർനേറ്റ് വെർട്ടിസസ്, ആൾട്ടർനേറ്റ് പറഞ്ഞാൽ ഈ വെർട്ടെക്സ് എടുത്തു, ഇത് എടുത്തിട്ട് അടുത്ത്, പിന്നെ ഇത് എടുത്തിട്ട് അടുത്തത് ആണോ, പിന്നെ ഇത് എടുത്ത് അങ്ങനെ ആൾട്ടർനേറ്റ് വെർട്ടെക്സുകൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾ ACE എന്നാണ് കേട്ടോ. ACE എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. മനസ്സിലായാലോ? ഇങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ഹെക്സഗൺ അതിൻ്റെ ഈ ഇതെടുത്താൽ, ഈ പോയിന്റ് എടുത്താൽ പിന്നെ ഇങ്ങോട്ടാണ് വരയ്ക്കട്ടെ. ഇവിടെ ഇത് എടുക്കരുത്, ഇതിലേക്കൊന്ന് വരയ്ക്കുക. ഇങ്ങനെ എന്ത് ചെയ്താൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ആണല്ലോ? എന്തൊക്കെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നോക്കൂ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി? Angle B is this angle. What is the measure of this angle? ഈ ആംഗിളിന്റെ മെഷർ എത്ര നിങ്ങൾ പറയൂ? ഇത് റെഗുലർ ഹെക്സഗൺ അല്ലേ? റെഗുലർ ഹെക്സഗണിന്റെ ഒരു ഇന്നർ ആംഗിൾ എത്ര വരിക? 120 ഡിഗ്രി. യെസ്, 120 ഡിഗ്രി. 120 ഡിഗ്രി. അത് ഒരിക്കലും മറക്കരുത്. തൊട്ടുമ്പത്തെ 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്തു? ആവശ്യം വന്നു. റെഗുലർ ഹെക്സഗണിന്റെ ഒരു ഇന്നർ ആംഗിൾ എത്ര? 120 ഡിഗ്രി. കിട്ടിയല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ട്രയാങ്കിൾ ABC. ഏതാ ട്രയാങ്കിൾ ABC? ട്രയാങ്കിൾ ABC. ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ആണോ? ഇങ്ങനെ കാണും ഈ ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഈസ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ABC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് പറയും. ഉണ്ടോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അവസാനത്തെ ഇതിൽ കുറച്ച് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് പഠിച്ചു. ഐസോസെലസ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ, അങ്ങനെ കുറേ പഠിച്ചില്ലേ? അതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യം വരും. മനസ്സിലായാലോ? ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വരും ചാപ്റ്ററുകളിലൊക്കെ ആവശ്യം വരും. ജോമെട്രി ആകുമ്പോൾ അതൊക്കെ ആവശ്യം വരും. ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഈ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? ഇവിടെ നോക്കൂ. AB എന്ന് പറഞ്ഞ ഈ സൈഡിന്റെ ലെങ്ത്തും BC എന്ന് പറഞ്ഞ ഈ സൈഡിന്റെ ലെങ്ത് ഈക്വൽ. ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അത് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട്, ശരിയല്ലേ? അപ്പൊ ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ, രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് എന്ത്? ട്രയാങ്കിൾ ABC. ക്ലിയർ അല്ലേ? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾസ് നമ്മൾ എന്താ പറയാ? 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്താ പറയാ? സച്ച് ട്രയാങ്കിൾ ഈസ് കാൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണ് ABC. ABCന്റെ ട്രയാങ്കിൾ എന്താണ്? ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ AB is equal to BC. Therefore, this triangle is an isosceles triangle. അതാണ് ക്വസ്റ്റ്യൻ. ഐസോസിലസ് ആണോ, ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ദാറ്റ് ട്രയാങ്കിൾ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ ഈ ട്രയാങ്കിളിലേക്ക് തന്നെ നോക്കാം. ഈ ട്രയാങ്കിളിൽ BCA, ആംഗിൾ BCA, which is BCA, this angle no. Similarly, angle BAC, ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിളിന്റെയും മെഷർ എത്രയാണ്? അതിന്റെ വാല്യൂ, അതിന്റെ മെഷർ, ആംഗിൾ മെഷർ എത്രയാണെന്നുള്ളതാണ് പറയേണ്ടത്. മനസ്സിലായല്ലോ? ഇവിടെ ഈ ആംഗിൾ എത്ര നമുക്ക് കിട്ടി? ഈ ആംഗിൾ 120 ഡിഗ്രി ഇവിടെ കിട്ടി. ആംഗിൾ B 120 ആണ്. മനസ്സിലായല്ലോ? ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ അങ്ങനെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഐസോസിലസ് ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചോ? അതാണല്ലോ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. മാത്രമല്ല, ആ 2 സൈഡ്സിന്റെ ഓപ്പോസിറ്റ്, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ആൾസോ ഈക്വൽ. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ആംഗിളിന്റെ മെഷറും സെയിം ആയിരിക്കും. ഈ സെയിം ആയിട്ടുള്ള ഈ ആംഗിൾ മെഷർ എത്രയാണ് എന്നാണ് എന്ത് ചെയ്തത് ചോദിച്ചത്. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നമുക്ക് പറഞ്ഞുതരാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ACE എന്ന് പറയുന്ന ട്രയാങ്കിൾ, ACE എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം.
എന്താ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? അതും നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ അതൊന്നും മറക്കാൻ പാടില്ല. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡ്സ് 3 സൈഡ്സ് ഈക്വൽ അല്ലെങ്കിൽ 3 ആംഗിൾസ് ഈക്വൽ, രണ്ടായാലും സെയിം തന്നെ. 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് അങ്ങനെയുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ACE എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. എത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നമ്മൾ പറഞ്ഞല്ലേ. ഇനി തേർഡ് നോക്കുമ്പോൾ ഈ ആംഗിളിൻ്റെ ഈ ആംഗിളും എത്ര വീതം ഉണ്ടാവും? അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, നിങ്ങൾക്ക് ചെയ്യാനറിയാം. എന്തായാലും അത് ഞാൻ ചെയ്ത് കാണിച്ചിട്ട് അവിടെ നോക്കാം. ഈ 2 ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിളിൻ്റെ മെഷർ എക്സ് ആണെന്ന് വിചാരിക്കാം. ഈ ആംഗിളിൻ്റെ മെഷറും എത്രയും നമുക്കറിയാം. അപ്പോൾ ആ ആംഗിളിൻ്റെ മെഷറും എക്സ് ആണെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള സംഖ്യ, ഇവിടെയുള്ള ആംഗിൾ മെഷർ എത്രയെന്ന് അറിയാത്തത് കൊണ്ട് അവിടെയുള്ള ആംഗിൾ മെഷർ എക്സ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു വേണം. ഇതും എക്സ്, ഇതും എക്സ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അത് അവിടെ എഴുതാൻ പറ്റും. സി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എനി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി, ശരിയല്ലേ? ഒരു ട്രയാങ്കിളിന് there are 3 angles and sum of these 3 angles will be 180 degree. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് ആ 3 ആംഗിൾസ് നോക്കൂ. ഒരു ആംഗിൾ എക്സ്, ഇവിടെ ആംഗിൾ മെഷർ എക്സ്, അപ്പോൾ എക്സ് പ്ലസ് രണ്ടാമത്തെ ആംഗിൾ. ഈ 2 ആംഗിൾ എന്തുകൊണ്ടാണ് ഈക്വൽ എന്ന് മനസ്സിലായല്ലോ. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് വരും എക്സ് വരും കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് എക്സ്, ഈ എക്സും ഇനി എന്തും കൂടി 120യും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും, ശരിയല്ലേ? ഈ ആംഗിളും ഈ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. അത് നമ്മൾ പഠിച്ചതാണല്ലോ, പഠിച്ചാൽ. ഇനി നോക്കൂ, ഈ എക്സും കൂടി ആഡ് ചെയ്താൽ കേട്ടോ, എക്സും കൂടി ആഡ് ചെയ്താൽ 2x ഉണ്ടാവും. ഇതൊരു എക്സ് ആണ്, 1x ആണ്. ഇതൊരു എക്സ്. എക്സും കൂടി ആഡ് ചെയ്താൽ 10ഉം കൂടി ആഡ് ചെയ്താൽ കേട്ടോ 2 10s. 2 10 എന്ന് പറഞ്ഞാൽ 20 ആണ്, ശരിയല്ലേ? 30 കൂടി ആഡ് ചെയ്താൽ കേട്ടോ 230, അത് 60 ആണ്, ശരിയല്ലേ? 40 കൂടി ആഡ് ചെയ്താൽ 240. അപ്പോൾ എക്സും കൂടി ആഡ് ചെയ്താൽ 2x. എക്സ് പ്ലസ് എക്സ് ആണ്, 2x ആണ്. അപ്പോൾ ഈ 2x കൂടി ആഡ് 2x പ്ലസ് 120 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ശരിയാണോ? 2xും ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടും 180 കിട്ടും. ഏത്? 2xും 120 കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ എന്താ 2x വരിക? 2x എന്താ വരിക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 വരുമെങ്കിൽ ഈ 2x എന്തുണ്ട്? എങ്ങനെ 180യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 180 നിന്ന് മൈനസ് എന്താ കിട്ടുക? 120 ഡിഗ്രിയാണ് കിട്ടുക. അത് എത്ര ഉണ്ടാവും? 60 ഡിഗ്രി ഉണ്ടാവും. 180യിൽ നിന്ന് 120 മൈനസ് ചെയ്യുക. 180 120 മൈനസ് ചെയ്താൽ അതൊരു 60 കിട്ടും. ഈ 60 ആണ് എന്ത്? 2x. ഇവിടെ കാണുന്ന എക്സും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 60 ആണ് കിട്ടുക. അപ്പോൾ ഒരു എക്സ് എത്ര ഉണ്ടാവും? 1x എത്ര ഉണ്ടാവും? എക്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 30 ആണ് അല്ലേ? എക്സും കൂടി ആഡ് ചെയ്താൽ 60 കിട്ടും. അപ്പോൾ എക്സ് എന്താ ഉണ്ടാകുക? 30 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക 60 കിട്ടുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 30. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ആംഗിൾ ആണ്, അത് തന്നെയാണ് എന്ത് വരിക? ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിളിന്റെ മെഷർ എത്രയാണ്? ഇതും 30 ഡിഗ്രിയാണ്, ഇതും എത്ര വരും? 30 ഡിഗ്രി വരും ആണോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആംഗിൾ BAC is equal to angle BCA is equal to angle BAC equal to 2 ആംഗിൾ എത്ര വരാം? Will be 30 ഡിഗ്രി ഈച്ച്. രണ്ടും 30 ഡിഗ്രിയാണ് വരിക. അപ്പോൾ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയില്ലേ അല്ലേ? നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചത് എങ്ങനെയാണ്? 180 മൈനസ് ഈ 2 ആംഗിൾ എത്ര? 2 ആംഗിൾ കൂടി എത്ര വരിക? അത് മൈനസ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അത് ആ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ കാണിച്ചത്, ശരിയാണല്ലോ? ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ആംഗിൾസ് എത്ര ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് ഈ എഴുതിയത് കേട്ടോ. അതിലിവിടെ എക്സ് എന്ന് എഴുതി, ഇവിടെ ഒരു എക്സ്. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയെന്ന് അറിയാത്തത് കൊണ്ട് അറിയാത്ത ആംഗിളിന്റെ പേര് നമ്മൾ എന്ത് ചെയ്തു? എക്സ് എഴുതി. ഇവിടെ എന്ത് ചെയ്തി? അത് എക്സ് എഴുതി. അപ്പോൾ എക്സ് പ്ലസ് 120 ആ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആണ്. ആ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 കിട്ടും. എക്സ് എത്രയാണോ ആ എക്സും തൊട്ടടുത്ത എക്സും പിന്നെ ഈ 120 കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും ആണോ? എക്സ് കൂടി ആഡ് ചെയ്താൽ 2x ആണ്. 2x പ്ലസ് 120 ഈക്വൽ ടു 180. therefore 2x ഈക്വൽ ടു 180 മൈനസ് ദിസ് ആംഗിൾ 120 60. 2x ഈക്വൽ ടു 60. therefore 1x ഈക്വൽ ടു എന്താ വരിക? 60. ഇങ്ങനെ ശരിക്കും എഴുതുന്നുണ്ട് 60/2. 60/2 എത്ര വരിക? 30 ഡിഗ്രി കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയോ? ആൻസർ ആയി. ഇനി ഇവിടെ നോക്കൂ, ഇനി ഈ ട്രയാങ്കിളിന്റെ അതേപോലത്തെ ട്രയാങ്കിൾ അല്ലേ ഇവിടെ കാണുന്നത്? ഇവിടെ ഇതൊക്കെ ഒരേമാതിരി. ഈ ട്രയാങ്കിൾ ഒക്കെ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. എന്താ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന അർത്ഥം? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? അങ്ങനത്തെ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒക്കെ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ.
അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര, ഇതും എക്സ് ആ വരിക, ഇതെത്ര വരും, ഇതും എക്സ് ആ വരിക, ഇതെത്ര വരിക, ഇതും എക്സ് ആ വരിക, ഇതെത്ര വരും, ഇതൊക്കെ എന്താ വരിക, എക്സ് ആണ്. ഇത് നമുക്ക് എക്സിന്റെ വാല്യൂ 30 കിട്ടിയില്ലേ, 30 കിട്ടിയോണ്ട് ഇത് 30 ആണ് വരിക, ഇത് 30 ആണ് വരിക, ഇതും 30 വരിക, ഇതും 30 വരിക, ഇതും 30 ഒക്കെ 30 വരിക. ഇതെത്ര വരും, ഇത് 120 ആണ്, ഇത് 120 ആണ്, ഒക്കെ അങ്ങനെ വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പുറത്തെ ഈ ആംഗിളിന്റെ മെഷർ എന്താണ് കിട്ടുക, ഇവിടെ കിട്ടുക 30 ഡിഗ്രി തന്നെ ഇവിടെ കിട്ടുക, ഇവിടെയും കിട്ടുക. അപ്പൊ ഇവിടെ എക്സ് നമ്മൾ എഴുതിയോണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ, ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് വരും, ഇത് 30 കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തായി, അതും 30 ആണെന്ന് അർത്ഥം. ശരിയല്ലേ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടോ. ഇനി എന്താ 4th ക്വസ്റ്റ്യൻ നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ ACE എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ എന്താണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഒരു ട്രയാങ്കിൾ, അങ്ങനെ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. 3 സൈഡും ഈക്വൽ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതല്ലെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും 3 ആംഗിൾസും ഈക്വൽ ആണ്. അല്ലെങ്കിൽ 3 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഓരോ ആംഗിൾ എത്ര വീതം വരും നമ്മൾ പഠിച്ചത്, ഇത് 60 വരും, ഇതും 60 വരും, ഇതും എന്ത് വരും, 60 വരും. അപ്പോൾ 3 ആംഗിൾസും 60 വീതമാണെങ്കിൽ എന്താണ്, ആ ട്രയാങ്കിൾ എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഓരോ ആംഗിളും 60 വീതമാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. മതിയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം, ACE എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക. മനസ്സിലായോ, ഈ ആംഗിൾ എത്ര ഉണ്ടാവും, ഈ ആംഗിൾ എത്ര ഉണ്ടോ അത് തന്നെ ആയിരിക്കും ഇവിടെയും വരിക, അത് തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ശരിയല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടോ എന്ന് എങ്ങനെ നോക്കുക, അവിടെ നോക്കാം. ഈ മൊത്തം ആംഗിൾ ഇതാ, ഈ ആംഗിൾ എത്ര ഉണ്ടാവും, ഈ ആംഗിൾ 120 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിളും 120 ആണ്, ഈ ആംഗിളും 120 ആണ്, ഈ ആംഗിളും 120 ആണ്. അതുകൊണ്ട് ഈ വെർട്ടെക്സിൽ A എന്ന് പറഞ്ഞ ഈ വെർട്ടെക്സിൽ ഈ ടോട്ടൽ ആംഗിൾ എത്ര വരിക, 120 ഡിഗ്രിയാണ് വരിക. ശരിയല്ലേ. ഈ 120 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ ഏതൊക്കെ ആംഗിൾസ് ചേർന്നാണ്, ഇവിടെ കാണുന്ന ഒരു 30, ഇത് 30 അല്ല, ഇതിന്റെ മെഷർ 30 അല്ലേ, ഈ 30യും ഇവിടെ എത്രയാണ്, ഇതും 30 ആണ്. ഈ 30യും ഈ 30യും പിന്നെ ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ആംഗിളും കൂടി ആഡ് ചെയ്തതാണ് ഈ ടോട്ടൽ 120. ശരിയാണോ. ഈ ചെറിയ ആംഗിളും ഈ ചെറിയ ആംഗിളും ഈ ചെറിയ ആംഗിളും അതിന്റെ ഇടയിലുള്ള ഈ വലിയ ആംഗിളും ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, 120 ഡിഗ്രി. ശരിയല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാം, അവിടെ നോക്കൂ, ശ്രദ്ധിക്കുക. അറ്റ് വെർട്ടെക്സ് A എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നോക്കുക, 30 പ്ലസ് ഏതാ, ഇത് 30 പ്ലസ് ഈ ആംഗിൾ എത്ര, അതും 30 ഇല്ല, അപ്പൊ 30 പ്ലസ് ഇനി ഈ ആംഗിളിന്റെ പേര്, ഈ ആംഗിൾ എത്ര എന്നറിയില്ല, ഈ ആംഗിളിന്റെ പേര് CAE എന്നാണ്. അപ്പൊ ആംഗിൾ CAE, ആ 3 ആംഗിളും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ ആണ് കിട്ടുക. അത് എത്രയാണ്, അത് 120 ഡിഗ്രി ആണ്. ശരിയല്ലേ. ഈ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 120 ഡിഗ്രി കിട്ടുന്നത് അവിടെ കേട്ടോ. 30 പ്ലസ് 30 എത്ര കിട്ടുക, 60 കേട്ടോ. അപ്പൊ 60 പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 60 പ്ലസ് ഇനി ഏത് ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ CAE, ആ ആംഗിൾ കൂടി ആഡ് ചെയ്താൽ കിട്ടുക 120 ആണ് കിട്ടുക. ശരിയല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് 60. അപ്പൊ 60യും ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 120 കിട്ടും. അപ്പൊ ഈ ആംഗിൾ മാത്രം എത്ര ഉണ്ടാവും, ഈ ആംഗിൾ. അപ്പൊ ഈ 60യും എന്തോ ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 120 കിട്ടും. 60യും ഈ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 120 കിട്ടുമെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവും, അപ്പൊ ആംഗിൾ CAE ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, 120 മൈനസ് ഈ 120 മൈനസ് ചെയ്യുക, എന്ത് മൈനസ് ചെയ്യുക, ഈ 60 മൈനസ് ചെയ്യുക. 120 മൈനസ് 60 എത്ര കിട്ടുക, 60. 60 കൂടി കൂട്ടുമ്പോഴാണ് 120 കിട്ടുക. ശരിയല്ലേ. അപ്പൊ 120 60 മൈനസ് എന്ത് കിട്ടും, 60 എന്ന് കിട്ടും. എന്താ ഈ 60, ഈ ആംഗിൾ CAE എന്ന് പറഞ്ഞ ഈ ആംഗിളിന്റെ മെഷർ എത്രയാണ് അർത്ഥം, 60 ഡിഗ്രിയാണ്. അതായത് ഇവിടെ നോക്കാം, ഈ ആംഗിൾ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയാണ് എന്നർത്ഥം. ശരിയല്ലേ. ഈ ആംഗിൾ 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നമ്മൾ ചെയ്ത പോലെ ഇവിടെയും ചെയ്തു കൂടെ അല്ലെ. ഇവിടെ ഇത് 30 അല്ലേ വരിക, ഇത് 30 ആണ്. അപ്പൊ ഇത് എത്ര തന്നെ കിട്ടുക, ഇതും എന്താ വരിക, 60 ആണ് വരിക. അതേപോലെ തന്നെ ഇവിടെ എന്താ വരിക, ഇവിടെ നോക്കിയാൽ ഇവിടെ എന്ത് കിട്ടും, നമുക്ക് 60 എന്ന് കിട്ടുന്നുണ്ടോ. അപ്പൊ ഈ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളിന്റെ, ആംഗിൾ ACE എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും എന്ത് തന്നെയാണ്, 60 ഡിഗ്രിയാണ്. എന്താ അതിന്റെ മീനിങ്, ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ACE ആർ 60 ഡിഗ്രി. therefore the triangle is an equilateral triangle എന്നാണ് ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ. ഇത് കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അതിന്റെ 3 ആംഗിൾസും ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഓരോ ആംഗിളും എത്ര 60 ഡിഗ്രി വീതമാണെന്ന് എന്ത് ചെയ്താൽ മതി, പ്രൂവ് ചെയ്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അവസാന സെക്ഷനിൽ പഠിച്ചതാണ്. അതൊന്നും ഓർമ്മയില്ലെങ്കിൽ, അതൊന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല.
മനസ്സിലായല്ലോ? അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആയില്ലേ? ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എഴുതേണ്ട മെത്തേഡ് കറക്റ്റായിട്ട് ആ സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് വിട്ടുതരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, നോട്ട് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു തരും. ഇനി 4മതൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം ഇതൊക്കെ ചെയ്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്തു തരില്ല. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കട്ടോ, ശ്രദ്ധിക്കുക എല്ലാവരും. നാലാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നമ്മളിപ്പോൾ വരച്ച അതേപോലെ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടോ? അങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ. ഈ റെഗുലർ ഹെക്സഗണിന്റെ പേര് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, ABCDEF ആണോ? ഈ റെഗുലർ ഹെക്സഗണിൽ ഇതാ ഈ സൈഡും ഈ എയും ഇയും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യും. അതേപോലെ ബിയും ഡിയും കൂടി എന്ത് ചെയ്യുക? ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടിയ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയ ABDE എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ലേ കേട്ടോ? അങ്ങനെ സാധനം ഈ സംഭവം ABDE എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, എന്ന് പ്രൂവ് ചെയ്യണം. റെക്റ്റാങ്കിൾ ആണ്. പ്രൂവ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ABDE ഈസ് എ റെക്റ്റാങ്കിൾ. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഒരു സംഭവം റെക്റ്റാങ്കിൾ ആണെന്ന് എങ്ങനെ ഇങ്ങനെ സാധനം റെക്റ്റാങ്കിൾ ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഈ ആംഗിളും 4 ആംഗിളും എന്തായാൽ മതി? 4 ആംഗിൾസും 90 ഡിഗ്രി വീതമാണ് പ്രൂവ് ചെയ്താൽ മതി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ ഓരോ ആംഗിൾ 60 ഡിഗ്രി വീതമാണ് പ്രൂവ് ചെയ്യാൻ മതി എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത എന്താ? അതിലെല്ലാ ആംഗിൾസും എന്തായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ 90 ഡിഗ്രി അത് പ്രൂവ് ചെയ്താൽ മതി. 90 ഡിഗ്രി അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? സാധനം റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ്. അപ്പോൾ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടണം. ഇത് 90 ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും 90 ഡിഗ്രി അത് പ്രൂവ് ചെയ്യുക, ഇവിടെയും 90 ഡിഗ്രി അത് പ്രൂവ് ചെയ്യുക, ഇവിടെയും പ്രൂവ് ചെയ്യുക. ഒരു സ്ഥലത്ത് പ്രൂവ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ആംഗിൾ എത്ര ഉണ്ടാവും അത് തന്നെയായിരിക്കും ഈ ആംഗിൾ വരിക. പിന്നെ ഈ ആംഗിൾ എത്ര ഉണ്ടാവും നോക്കുക. അപ്പോൾ ആകളുടെ ആംഗിളിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് ഈ ആംഗിൾ കിട്ടും. അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് 90 ഡിഗ്രി. അപ്പോൾ അതൊക്കെ 90 ആണ്. അതുകൊണ്ട് ഇത് റെക്റ്റാങ്കിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? ഈ 4 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ സെക്ഷൻ ഇനി ചെയ്യാനുണ്ടായിരുന്നത്. ആ 4 ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇതോടുകൂടി എന്തായി? ഈ ചാപ്റ്റർ ഫിനിഷായി. മനസ്സിലായല്ലോ? റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യണം? അവസാനിക്കണം. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. റെഗുലർ പോളിഗൺസിൻ്റെ ഒരു 3-4 ക്ലാസ് കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ? ഓക്കെ ആണല്ലോ? താങ്ക് യു.